മറുപടി പറയൂ അരവിന്ദ്. ഈ നിൽക്കുന്ന നിധിയെ തന്നെയാണോ നിങ്ങൾ കണ്ടത്? അതെ, ഈ കുട്ടി തന്നെയാണ് ആ കരിക്കച്ചവടക്കാരനുമായി ഗൂഢാലോചന നടത്തിയത്. That's all, Your Honor. ഇറങ്ങിക്കോളൂ. GP, താങ്കൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നോ യുവർ ഓണർ. സെഷൻസ് കേസ് നമ്പർ 540/2025. നിധി കുറ്റവാളിയല്ല എന്ന് ഈ കോടതിക്ക് പൂർണ്ണമായും ബോധ്യം വന്നിരിക്കുന്നു. പരാതിക്കാരിയായ ശിവാനി ഈ കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും അതിന് പോലീസ് ഓഫീസർ വിനോദ് കൂട്ടുനിന്നുവെന്നും ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏകപ്രതിയായ നിധിയെ നിരുപാധികം വിട്ടയക്കുന്നതിന് ഈ കോടതി ഇതിനാൽ ഉത്തരവാകുന്നു. പൊതുജനങ്ങൾക്ക് നീതിയും ന്യായവും ഉറപ്പുവരുത്തേണ്ട ഒരു പോലീസ് ഓഫീസർ പണം പിടുങ്ങിക്കൊണ്ട് ഒരു കേസ് കെട്ടിച്ചമയ്ക്കാൻ കൂട്ടുനിന്നതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ വിനോദിനെതിരെ വകുപ്പുതല നടപടിക്കും കോടതി നടപടികൾക്കും ഈ കോടതി ഇതിനാൽ ശുപാർശ ചെയ്തുകൊള്ളുന്നു. കോടതിയെപ്പോലും കബളിപ്പിക്കാൻ ശ്രമിച്ചതിന് ശിവാനിയുടെ പേരിൽ മേൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എങ്കിലും ഇരട്ടക്കുട്ടികളെ വയറ്റിൽ ചുമക്കുന്നു എന്ന ആനുകൂല്യത്താൽ ആ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നു. 2 ലക്ഷം രൂപ ശിവാനി പിഴ ഒടുക്കുന്നതിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. സത്യം തെളിയിക്കുന്നതിനു വേണ്ടി തന്റെ അറിവും ബുദ്ധിയും പ്രയോഗിച്ച ഡിഫൻസ് അഡ്വക്കേറ്റ് അർജുൻ മാധവനെ ഈ കോടതി പ്രത്യേകം അഭിനന്ദിക്കുന്നു. This court is adjourned. ഗൗതം, നമ്മൾ ജയിച്ചു. ഗൗതം, നമ്മൾ ജയിച്ചു. എടാ ഇതൊരു പബ്ലിക് പ്ലേസാ. ശിവാനി, 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 എന്ത് ധൈര്യം ഉണ്ടായിട്ട് നീ ഏട്ടത്തിന്റെ പേര് കള്ളക്കേസ് കൊടുത്തേ? വയറ്റില് കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നെറുകേട് കാണിക്കാൻ വേണ്ടി നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നേ? എല്ലാം പോരാഞ്ഞിട്ട് ഈ കള്ളക്കഥയിലേക്ക് നീ എന്നെ കൂടെ വലിച്ചടിച്ചില്ലേ? ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ അപമാനിച്ച എന്നെയാ.
നിന്റെ വാക്കും വിശ്വസിച്ച് ആ പാവം പിടിച്ച ഏട്ടനെ ഞാൻ എന്തൊക്കെയാണ് വായിത്തോന്ന് വിളിച്ചു പറഞ്ഞേ? നിന്നെ എങ്ങനെയാ? സത്യം പറഞ്ഞ നിന്നെ തല്ലിക്കൊല്ലുള്ള ദേഷ്യമുണ്ട് എനിക്ക്. നിന്നെ എന്താണ് ചെയ്യണ്ടേ? പ്രണവേ, വേണ്ട, വിട്. ഇത് പൊതുസ്ഥല. അങ്ങനെ അങ്ങ് പോയാലോ? നിൽക്ക്. എന്തൊക്കെയായിരുന്നു നിന്റെ വീരവാദങ്ങൾ? 7 വർഷം എന്നെ തടവിലിടുമെന്ന് വെല്ലുവിളിച്ചിട്ട് ഇപ്പതാ കോടതി 2 ലക്ഷം രൂപ പിഴയും ചുമത്തി വിട്ടേക്കുന്നു. എനിക്ക് നിന്റെ സ്വഭാവം അല്ലാത്തത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നീ ഇപ്പൊ ജയിലിൽ പോയി കിടന്നേനെ. നിനക്കൊരു വ്യാമോഹം ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങ് ഒതുക്കിയിട്ട് എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് വെട്ടി വിഴുങ്ങാന്ന്. ഈശ്വരമംഗലത്തെ മൊത്തത്തിൽ അങ്ങ് തകർത്ത് കളയാന്ന്. അതിന്റെ തുടക്കമല്ലേ നീ നിധിയിലൂടെ ലക്ഷ്യം വെച്ചത്. പക്ഷെ പണി പാളിപ്പോയി മോളെ നിനക്ക്. ഞാൻ പുറത്തു വരുന്നതോടുകൂടി നിന്റെ കള്ളഗർഭം പൊളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ നീ എന്തോ കളി ഒപ്പിച്ചു. അങ്ങനൊരു കളി നടക്കാനുള്ള സാധ്യത പ്രതീക്ഷ കൊണ്ടാണല്ലോ ഞാൻ ആദ്യമേ തന്നെ പ്ലേറ്റ് മാറ്റി പിടിച്ചത്. അല്ലെങ്കിലേ കോടതിക്ക് മുന്നിൽ നമ്മുടെ വാല് മുറിഞ്ഞു പോയാനെ. കണ്ടോ മാഡത്തിന്റെ പക മുഴുവൻ ഇപ്പൊ എന്റെ മോളില. വിഷം തന്ന് കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അടുത്തൊരു കേസ് എന്റെ പേരിലും കൊടുത്തേക്കല്ലേ മാഡം? തൽക്കാലത്തേക്ക് മാത്രമാണ് നിന്റെ ഈ രക്ഷപ്പെടല്. ഒട്ടും വൈകാതെ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചടുക്കിയിരിക്കും. കാത്തിരുന്നോ നീ. അപ്പൊ ഇനി എങ്ങനെയാണ് സാറേ കാര്യങ്ങളോ? അത് വളരെ എളുപ്പമല്ലേ. നേരെ ഒറ്റ പിടിയിൽ ഓഫ് ടു കൊച്ചി. അവിടെ ഇതുപോലെ കുടുംബത്തെ രക്ഷിക്കാൻ കരിക്കിൽ മയക്കുമരുന്ന് കലർത്തുന്ന മണ്ടത്തരം കാണിച്ച ഏതെങ്കിലും ഒരു മഹിതി ഉണ്ടെങ്കിലോ അവരെ രക്ഷപ്പെടുത്തണ്ടേ? എന്നോട് പോലും പറയാതെ ഓപ്പറേറ്റ് ചെയ്ത വീരശൂര മണ്ടത്തരം വരുന്നത്. ഏതായാലും എടുത്തുചാട്ടത്തിനുള്ളൊരു ചെറിയ ശിക്ഷ കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യുന്നതിന് മുമ്പും നിധി 2 വട്ടം ഒന്ന് ആലോചിക്കും, അല്ലേ നിധി? എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുക. ഒരു കേസ് കോടതിയിൽ എങ്ങനെ ജയിക്കണമെന്ന് അവിടെ ഇരുന്ന എല്ലാ വക്കീലന്മാർക്കും ഒരു ക്ലാസ് എടുത്ത പോലെയായി. റിയലി യു ആർ ബ്രില്യന്റ്. ഇന്ന് ഈ സെഷൻസ് കോർട്ടിലെ ഹീറോ അർജുൻ മാധവ് ആയിരുന്നു. അതെ, അർജുൻ മാധവ് ഈ സെഷൻ കോർട്ടിലെ ഹീറോയാ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ രാപ്പകലില്ലാതെ ഓടി നടന്ന് തെളിവുകൾ മുഴുവൻ കളക്ട് ചെയ്ത നീയാണളിയ യഥാർത്ഥ ഹീറോ. അപ്പൊ ഓക്കേടാ. അപ്പൊ ഇനി ഇവിടത്തെ കേസ് എടുക്കുന്നില്ല, നേരെ കൊച്ചിയിലോട്ട്. അയ്യോ, അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്ത് മറുപടി? ഇന്ത്യയിൽ തന്നെ തിരക്കുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് നീ. എന്റെ ഫീസ് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഓഹോ, അങ്ങനെയാണോ? എന്ത് ചോദിച്ചാലും നീ തരുമോ?